എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. പിള്ളേരെയും കൊണ്ടൊന്ന് ഔട്ടിങ്ങിന് വന്നതാണ്. ഒരു ചെറിയ ബോട്ടിങ് പരിപാടിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ബോട്ടിങ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെന്നൈയിൽ ആദ്യമായിട്ടാണ് ബോട്ടിങ് ചെയ്യുന്നത്. കുറച്ച് മീനെ കണ്ടപ്പം ഇത് എൻട്രി ഫീസാണ്. എൻട്രി ഫീസ് ഒരാൾക്ക് 10 രൂപ, ചിൽഡ്രൻസും അഡൽട്ടും എല്ലാം 10 രൂപ. അത് കാർ പാർക്കിങ് വേറെ. പിന്നെ നമ്മൾ ജാക്കറ്റൊക്കെ ഇടുവാണ്. അത് ആക്ച്വലി എൻട്രി ഫീസിൻ്റെ ടിക്കറ്റ് എടുത്ത് ഞാൻ കാണിക്കുന്നത്. ശരിക്കുള്ള ഫീസ് 1150 റുപ്പീസാണ്. ഒരു ബോട്ടിനകത്ത് 8 സീറ്റുണ്ട്, 8 സീറ്റ്. ഞങ്ങൾ ആക്ച്വലി 6 പേരെ ഉള്ളായിരുന്നു. 6 പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും 1250 രൂപ കൊടുക്കണം. ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് മീനെ തൊക്കൊണ്ടിരിക്കുക പിള്ളേർ. അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എല്ലാ പിള്ളേർക്കും മീനൊക്കെ ഇഷ്ടമല്ലേ. അപ്പം ഞാൻ ക്യാമറ പ്രിയയുടെ കൊടുത്തു, അവരോട് ഷൂട്ട് ചെയ്യാൻ പറയുകയാണ്. ഞാൻ നടന്നു പോവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഏത് വണ്ടി കയറണം എന്നുള്ള അവർ തീരുമാനിക്കും, ഞങ്ങൾ തീരുമാനിക്കത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ആ വണ്ടി കയറേണ്ട, ഈ വണ്ടി കയറാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അയാളൊരു വണ്ടി കാണിച്ചു തന്നു. ഒരു ബോട്ട് കയറ്റി. ആദ്യം അവന് കയറി, പിന്നെ ഞാൻ കയറുമ്പോൾ ഇതിലായിട്ട് അനങ്ങുന്നുണ്ട്. അത് ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളാണ്, പുള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രിയ ഹായ് ഹലോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോട്ട് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി നടന്നുണ്ട്. ഈ ബോട്ടാണ്, വണ്ടിയല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാൻ തന്നെ ഇത് ക്യാമറ തിരിച്ച് ഷൂട്ട് ചെയ്യുക. എല്ലാവരോടും ഹായ് ഞാൻ തന്നെ പറയുക. കുറേ ബോട്ടുകൾ അടുത്ത് കിടപ്പുണ്ട്, തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാം. ഇപ്പം ഇങ്ങനെ വെക്കേഷൻ ഒന്നും അല്ലല്ലോ. ഇപ്പം ഞങ്ങൾ പോയ സൺഡേയിലാണ്. സൺഡേ വലിയ തിരക്കൊന്നുമില്ല എന്നോട്, അതുകൊണ്ട് കുഴപ്പമില്ല. ബോട്ട് തിരിച്ചു. അവിടെ കാണുന്നൊരു ക്രൂസാണ്. അതിനകത്ത് 50,000 ഉണ്ട്, 2 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ഒത്തിരി ഇങ്ങനെ മിനി ബാറ് അതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. എനിക്ക് ഒത്തിരി അതിനകത്ത് ശരിക്കും യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ അതുപോലെ എന്തെങ്കിലും പാർട്ടീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പാർട്ടിയൊക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ. അതെൻ്റെ ചേട്ടനാണ്, ശ്രീകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇവിടെ ചെന്നൈയിലേക്ക് സെറ്റിലെ ഫാമിലിയായിട്ട് എല്ലാം ഞങ്ങളിവിടെ കറങ്ങാൻ ശരിക്കും വന്ന്. പുള്ളിയുടെ അച്ഛൻ പ്രായമൊക്കെ ആയിട്ടിരിക്കുക. പുള്ളി കാണണമെന്ന് ആഗ്രഹം, പുള്ളിക്ക് ഞങ്ങളെ കാണണമെന്ന് ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞു. ഞാൻ 10 വർഷം മുമ്പാണ് പുള്ളിയെ കണ്ട്. ഞങ്ങൾ 10 വർഷം മുമ്പ് കല്യാണം 10-11 വർഷമായി. മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പ്രൊമോട്ടറിക്ക് എക്സാം എഴുതാൻ വേണ്ടി ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് അമ്മ മരിച്ചു പോയി. അമ്മയെ കാണാൻ പറ്റില്ല. അമ്മയെ കാണാൻ എൻ്റെ അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കാണാൻ വന്നില്ല. അതുകൊണ്ട് അച്ഛനൊരു ആഗ്രഹം പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരെയും ഞങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ചെന്നൈ വന്നതല്ലേ, അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അവർ ശരിക്കും ബോട്ടിങ് എൻജോയ് ചെയ്യുകയാണ്. ആക്ച്വലി ബോട്ടിൻ്റെ ഡ്രൈവറാണെങ്കിൽ ഇങ്ങനെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ കൈ എത്താൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ പേടിച്ചു പോയി. അവർ പറഞ്ഞു കുറച്ച് മതി. ഇവർ പറഞ്ഞില്ല എൻ്റെ കൈ എത്തിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ശരിക്കും ഇതൊരു കടലുമായിട്ടൊരു ടച്ചുള്ള ഇതാണ്. ലേക്ക് പോലാണ്, പക്ഷേ കടലുമായിട്ട് ടച്ചുണ്ട്. അപ്പോൾ ഉപ്പ് വെള്ളമാണ്. ശരിക്കും കൈ വെള്ളത്തൊട്ട് നോക്കി കഴിഞ്ഞുണ്ടല്ലോ, അത് ഉപ്പാണ് മുഴുവൻ. അപ്പോൾ അത് കടലുമായിട്ട് ഇതുണ്ട്. ഞാനിത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടിയുടെയോ കാക്കയുടെയോ ഒക്കെ സൗണ്ട് കേൾക്കാം. ഞാനിവിടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നത് ഇത് ഡബ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാക്കയുടെ സൗണ്ട് കേൾക്കാം. അവയെ വെള്ളത്തിൽ കൈ വിട്ടു. അവിടെ ഞാൻ പറഞ്ഞു നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ, ഉപ്പാന്ന് പറഞ്ഞു. അവർ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ 20 മിനിറ്റ് ഇതിൽ കൊണ്ട് കറക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. 20 മിനിറ്റിനാണ് അവർ 1250 രൂപ മേടിക്കുന്നത്. കുഴപ്പമില്ല. വേറെ കുറേ ഫാമിലികൾ പോകുന്നുണ്ട്. അതിനകത്ത് 8 സീറ്റ് ഫുള്ളാണ്. നമ്മുടെ 6 സീറ്റേ ഉള്ളൂ അതിനകത്ത് ഫുള്ളായിട്ട്. പുള്ളിക്കാരൻ ഇവിടെ സൈഡിലൊക്കെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അവിടുന്ന് വേറൊരു ബോട്ടിങ് കൊണ്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു.
പിള്ളേർക്ക് എനിക്ക് പിള്ളേർ പോയിട്ടുണ്ട്. ഞങ്ങൾ ഗോവയിൽ പോയ സമയത്ത് പോയിട്ടുണ്ട്. പക്ഷെ അവരന്നേരം കുറച്ച് ചെറുതായിരുന്നു, ഇത്രയും വലിപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഗോവ ഞങ്ങളിപ്പോൾ ഇവിടെ അന്ന് ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ്ങിന് പോയെന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ എന്തോ പറഞ്ഞ ഇതിന് പേര് ഞാൻ പറഞ്ഞു, നമ്മുടെ പോട്ടെ, ഞാനീ ഓർക്കുമ്പം പറയും. പിന്നെ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് അവർ തിരിച്ചുകൊണ്ട് നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ വരും. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ അവർ പോകാമെന്ന് വിചാരിച്ചു. ഈ പുള്ളിയാണെങ്കിൽ ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കിക്കൊണ്ടിരിക്കുക, മറിയോ ഇല്ലെന്ന് പേടിയാണ്. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. പുള്ളി ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു വേണ്ടെന്ന്, പക്ഷേ പുള്ളി കേൾക്കത്തില്ല. പുള്ളി അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു, തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് പിള്ളേർക്ക് ഇഷ്ടം. പിള്ളേർ പറയുന്നില്ല വേണ്ടെന്ന്, ഞാൻ പറഞ്ഞ് വേണ്ടെന്ന്. ശ്രീകുമാരനും പറഞ്ഞ് വേണ്ട, മറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴും. പക്ഷേ ഇവർക്ക് കൈ പിടിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങോട്ട് തരിക്കും ഇങ്ങോട്ട് തരിക്കും. അവന് ചെറുതല്ലേ, അപ്പോൾ അവിടെ കൈ വെള്ളത്തിൽ എത്തത്തില്ല. അപ്പോൾ അതനുസരിച്ച് പുള്ളി ഇങ്ങോട്ടും ബോട്ട് അങ്ങോട്ട് ചരിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, അവയുടെ കൈ എത്തി. അവയെ കുറച്ച് വലുതല്ലേ, അവിടെ കൈ എത്തും. കണ്ടോ, അതിനുവേണ്ടി പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചുകൊണ്ടിരിക്കും. അവന് പറയുന്നുണ്ട് അവനോട് കൈ എത്തുന്നില്ലെന്ന്. പുള്ളി ഇപ്പോൾ കുറച്ചുകൂടെ അത് ചരിച്ചു. ഞാൻ മൊബൈൽ എടുത്ത് തന്നെ ബാക്ക് ക്യാമറ കൊണ്ട് തന്നെ തിരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. എൻ്റെ മുട്ടത്തല നല്ലതായിട്ട് തിളങ്ങുന്നുണ്ട്. പിന്നെ എന്തോ കോക്കനട്ട് ബീച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 1250 രൂപയ്ക്ക് വെറുത്തിട്ടായിരുന്നു. അവരോട് അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറയാനുണ്ട്. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുലുങ്ങി താഴോട്ട് വീഴും. അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ സ്ലോ ആക്കാം, നിങ്ങളവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. കണ്ടോ, ഇപ്പോൾ അവിടെ ഇരിക്കാൻ പോവാം. പുള്ളി ഇപ്പോൾ അത് അനക്കി കഴിഞ്ഞാൽ നല്ലോണം താഴെ കിടക്കും. പ്രിയ അവിടെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുക. ഒരാളെ കാണുന്നുള്ളൂ. 2 പേരെ ഫോട്ടോ എടുത്തു. പക്ഷേ മുടി കാറ്റടിച്ചിട്ടുണ്ട്. മുടിയെല്ലാം ഇങ്ങനെ പൊങ്ങി സത്യസായുടെ അവിടെ കൊണ്ടിരിക്കുക. മുടിയൊക്കെ പൊങ്ങിയിരിക്കുക. പിന്നെ ഇങ്ങനെ പോകുന്നു. കുറച്ചുകൂടെ ഉണ്ട് സ്ഥലസാൻ വേണ്ടി. 10 മിനിറ്റ് ആയി കാണും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വീഡിയോ ഷോപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മൊബൈലിൽ ചാർജ് തീരും. ഞങ്ങൾക്ക് വേറെ 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് മൊബൈൽ ചാർജിങ് തീരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഷോർട്സ് എടുത്തിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അയാൾ വണ്ടി ഇട്ട് കുളിക്കൊണ്ടിരിക്കുന്നു. പിള്ളേർക്ക് വേഷം ഭയങ്കര ഇഷ്ടമായത്, ഇങ്ങനെ വണ്ടി ഇട്ട് കുളിക്കൊണ്ടിരിക്കാൻ വേണ്ടി. അവർക്ക് കൈ വെള്ളത്തൊടാൻ വേണ്ടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെള്ളത്തിൽ നോക്കുമ്പോൾ വെള്ളം ഒത്തിരി ഡീപ്പായിട്ട് തോന്നുന്നില്ല. അടിവശം വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ, അടിവശം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇയാൾ ഈ ബ്രിഡ്ജിൻ്റെ അടി കൂടെ കൊണ്ടുപോയിക്കുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ അയാൾ കൊണ്ടുപോയില്ല. ഞങ്ങൾ പറ്റിച്ച് നേരെ പോയിട്ടുണ്ട്. അവിടുന്ന് റൗണ്ട് എടുത്തു. അവിടുന്ന് അയാൾ തിരിച്ച് ഞാൻ വിചാരിച്ച അടിപൊളിയായിട്ട് നേരെ പോയി കഴിഞ്ഞാൽ അത് സീയാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾക്കുണ്ടല്ലോ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ട് അയാളിങ്ങനെ വട്ടം അടിച്ചുകൊണ്ടിരിക്കുക. സ്ഥലം കിട്ടുന്ന വരെ അയാളിങ്ങനെ കണ്ടുപിടിക്കും. ഞങ്ങൾ വിചാരിച്ച് ഇയാൾ 20 മിനിറ്റ് ആകുന്ന വരെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം വളയാൻ വേണ്ടി ചുമ്മാ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ഥലം കിട്ടുന്നില്ല അയാൾക്ക് തിരിച്ച് അവിടെ കയറാൻ വേണ്ടി. അപ്പോൾ അവിടെ തിരിച്ച് പോയിട്ട് അവിടുന്ന് റൗണ്ട് എടുത്ത് പിന്നെയും വരും. പിന്നെ ആ ക്രൂസിൻ്റെ അടുത്തൂടെ പോവാം. ഞങ്ങൾ വെച്ചാൽ ഈ ക്രൂസിൻ്റെ അടുത്ത് റൗണ്ട് അടിക്കാൻ പോയേക്കുന്നത്. അയാൾ പിന്നെയും പറ്റിച്ചു. പിന്നെ അവിടുന്ന് പിന്നെയും തിരിക്കും ബോട്ട്. അവിടുന്ന് പിന്നെയും ബോട്ട് തിരിച്ചു. പിന്നെ അയാൾ ഇടിച്ചങ്ങ് കയറ്റുവാനത്. ഇപ്പം കണ്ടോണേ, അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് തിരിക്കുക. അയാൾ തിരിച്ച് കഴിച്ചിട്ട് അയാൾ അത് അവിടെ തിരിച്ചിപ്പം ബോട്ട് തിരിച്ചു. അപ്പോൾ ബോട്ട് ലൈനായിട്ട് ഇങ്ങനെ ഇട്ടേക്കും. അതിനിടയ്ക്കോട്ട് ഇയാൾ ഇടിച്ചങ്ങ് കയറ്റും. അപ്പോൾ ഇടിക്കുന്ന ഈ പ്രഷർ കാരണമുണ്ടല്ലോ, മറ്റേ ബോട്ടെല്ലാം അങ്ങനെ സൈഡിലോട്ടായിട്ട് നമ്മുടെ ബോട്ടിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടും. അവിടെ ഇപ്പം ചെയ്യാൻ പോകുന്നത് അത് കാണാൻ വേണ്ടിയാണ് ഇപ്പം ഞാനിരിക്കുന്നതിനകത്ത്. എന്തായാലും കൊള്ളാം. 20 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ. പക്ഷേ 20 മിനിറ്റ് അവർ കൊണ്ട് കറക്കിയിട്ടുണ്ട് എല്ലാം കൂടെ. കണ്ടോ, ഇവിടെ പുള്ളി ഇപ്പോൾ ഇടിച്ചങ്ങ് കയറ്റി വനത്തോട്ടെ. ഇടിച്ച് കയറ്റി കഴിയുമ്പോൾ തന്നെ ഇതിന് സ്ഥലം കിട്ടും. അല്ലെങ്കിൽ ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇവരെങ്ങനെയാണ് ഇത് കയറ്റുന്നത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കൂലിയും കാലം കണ്ടോ, ഇടിച്ച് കയറി പാർക്കിങ് സ്ഥലം കിട്ടി.
കണ്ടോ, അകത്ത് കറക്റ്റായിട്ട് അവർ കയറ്റി അതിനകത്ത്. കൊള്ളാം. അപ്പം ഫ്രണ്ട്സ്, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.